മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന വളരെ നല്ലൊരു ഫോണാണ് പോക്കോ X2. ഈ ഫോൺ വരുന്നത് 17,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പം മോട്ടറോള അവരുടെ പുതിയൊരു ഫോണ് 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ്. ഈ ഒരു ഫോണും വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസും അതുപോലെ പോക്കോ X2 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ്. പോക്കോ X2 നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളിലും LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലും പോക്കോ X2 വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലുമാണ്. ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേകൾ തമ്മിൽ മെയിനായിട്ട് രണ്ട് ഡിഫറൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ്. എന്നാൽ പോക്കോ X2 നമുക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പം പോക്കോ X2 കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ് വരുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ്. പോക്കോ X2 ഒരു ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഡിസ്പ്ലേയുടെ ഇടയിൽ പഞ്ചോളോ നോച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അവൻ വീഡിയോസ് കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. പിന്നെ പോക്കോ X2 ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഏത് പ്രൊട്ടക്ഷൻ ആണെന്നുള്ള കാര്യം കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഗൂഗിൾ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2 ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിരിക്കുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. എന്നാൽ പോക്കോ X2 ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡി ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബാക്ക് ബോഡി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രീമിയം ലുക്കുള്ള ഫോണായിട്ട് ഫീൽ ചെയ്യുക പോക്കോ X2 ആയിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും വാട്ടർ റിപ്പലൻ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണുകളുടെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പോക്കോ X2 വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാമാണ്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 210 ഗ്രാമാണ്. അവൻ വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ തിക്നെസ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ തിക്നെസ് വരുന്നത് 9.6 mm ആണ്. പോക്കോ X2 തിക്നെസ് വരുന്നത് 8.8 mm ആണ്. അപ്പോൾ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഒരു ഫോണ് പോക്കോ X2 ആയിരിക്കും. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ തിക്നെസ് കൂടാനുള്ള കാരണങ്ങൾ ഒന്ന്, ഇതിൽ പോപ്പപ്പ് സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്, ഇതിൽ കുറച്ചും കൂടി കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് സെലക്ട് ചെയ്യാം. അതല്ല ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോക്കോ X2 സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളും വരുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറുമായിട്ടാണ്. അവ രണ്ട് ഫോണുകളിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ആകെ ഒരു വേരിയൻറ്റേ വരുന്നുള്ളൂ, 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വേരിയൻറ്റ്. എന്നാൽ പോക്കോ X2 3 വേരിയൻസ് വരുന്നുണ്ട്. 6GB റാമും 64GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പോക്കോ X2 ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഗൂഗിൾ ക്യാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും വൈഫൈ കോളിംഗും സപ്പോർട്ട് ചെയ്യും. പിന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ Android 10 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അധികം ബ്ലോട്ട്വെയർസ് ഒന്നും വരില്ല. പിന്നെ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ മോട്ടറോളയുടെ ചില ജസ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോക്കോ X2 വരുന്നത് MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ കുറച്ച് പരസ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടം. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. സോണി IMX686ൻ്റെ സെൻസറാണ് പോക്കോ X2 ഉപയോഗിച്ചിരിക്കുന്നത്.
മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ സാംസങ് GW1 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പോക്കോ X2 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും EIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 4K വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ ഞാൻ മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കിയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഫോണുകളുടെയും ഫോട്ടോസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. എന്നാലും കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ഇമേജസ് നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലാണ് ലഭിക്കുന്നത്. പിന്നെ പോക്കോ X2 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മാക്രോ ഫോട്ടോസ് നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലാണ് ലഭിക്കുന്നത്. വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ നമുക്ക് പോക്കോ X2 ലഭിക്കുന്നത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പോക്കോ X2 നമുക്ക് ഒരു ഡ്വൽ ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. 20 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ ഫ്രണ്ട് ക്യാമറയിലും ക്വാഡ് പിക്സൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ക്യാമറ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും ഇമേജസിൽ വരുന്നില്ല. എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് നമുക്ക് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലും പോക്കോ X2 നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എഡ്ജ് ഡിറ്റക്ഷനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു കറക്റ്റ് വിന്നർ പിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയുമായിട്ടാണ് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത്. പോക്കോ X2 നമുക്ക് 4500 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ പോക്കോ X2 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് തീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുക. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോക്കോ X2 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫോൺ പെട്ടെന്ന് ചാർജ് ആവുക പോക്കോ X2 ആയിരിക്കും. എന്നാൽ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുക മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിലായിരിക്കും. രണ്ട് ഫോണുകളും വരുന്നത് Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ്. പിന്നെ ഈ ഫോണുകളുടെ സാർ വാല്യൂയെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.52ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 1.63ഉമാണ്. പിന്നെ പോക്കോ X2 ഹെഡ് സാർ വാല്യൂ വരുന്നത് 1.08ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 0.62ഉമാണ്. പിന്നെ ഈ ഫോണുകളുടെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൻ്റെ 6GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. പോക്കോ X2 6GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 17,499 രൂപയാണ്. പിന്നെ പോക്കോ X2 6GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 18,499 രൂപയാണ്. അപ്പം ഈ രണ്ട് ഫോണുകളുടെയും 6GB റാം 128GB ഇന്റേണൽ വെർഷൻ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോണുകളും തമ്മിൽ 1500 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ പോക്കോ X2 ഒരു 8GB റാം വെർഷനും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 21,499 രൂപയാണ്. അപ്പം ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസിൽ പോപ്പപ്പ് സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും വരുന്നുണ്ട്. പോക്കോ X2 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്. പിന്നെ 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിൽ ഏത് ഫോൺ എടുക്കണം എന്ന് വെച്ചാൽ മെയിനായിട്ട് രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ടാണോ വേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണോ വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ആണോ വേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ കൂടിയൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണോ വേണ്ടത്. ഈ രണ്ട് ഫോണുകളിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് 120 Hz റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറിനേക്കാളും ഇഷ്ടപ്പെട്ടത് പോപ്പപ്പ് സെൽഫി ക്യാമറ എന്നുള്ള ഫീച്ചറാണ്. അതുമാത്രമല്ല പോക്കോ X2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോണിന് വിലയും അത്യാവശ്യം കുറവാണ്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.